കേട്ടത്. എൻ്റെ മുഖത്ത് ആ ഒരു ബ്രൈറ്റ്നെസ് നിങ്ങൾ എത്രത്തോളം കാണാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ട് അല്ലേ? ഇത് കാണാൻ പറ്റുന്നില്ലേ? ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ 7 ഡേ സ്കിൻ ബ്രൈറ്റനിങ് ചലഞ്ചിൽ സെക്കൻഡ് ഡേ ആണെന്ന്. ഫസ്റ്റ് ഡേയിൽ നമ്മൾ ഒരു അടിപൊളി ഒരു ഫേസ് മാസ്ക് ഒക്കെ ആയിരുന്നു തേച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കൂടെ ഈ ഒരു ചലഞ്ചിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ ഫോളോ ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാവുള്ളൂ. അപ്പം ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ കുറച്ച് റഫ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ ഫേസിന് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് ഒരു മൈൽഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് എടുക്കാൻ പോകുന്നത്. ട്രീറ്റ്മെന്റ് ഒന്നും കേട്ട് നിങ്ങൾ പേടിക്കണ്ട. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഫേസ് മസാജും അതുപോലെ ഒരു ഫേസ് പാക്കും ആണ് ഇടാൻ പോകുന്നത്. ഫേസ് മസാജ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ എടുക്കുന്നത് എന്താണ്, പാൽപ്പാടയാണ്. പാൽപ്പാട നമ്മുടെ ഫേസിന് എത്രത്തോളം ഉപകാരമുള്ള കാര്യമാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോൾ ചെറിയ കുട്ടികൾക്ക് വരെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഓയിലി സ്കിന്നൊക്കെയാണ് നിങ്ങൾക്ക് പറ്റില്ല എന്ന് തോന്നുന്നവർ നിങ്ങൾ അത് സ്കിപ്പ് ചെയ്യുക കേട്ടോ. കാരണം നമ്മൾ ചെയ്യാൻ പോകുന്ന ഫേസ് മാസ്ക് കുറച്ച് നമ്മുടെ ഫേസിനെ കുറച്ച് ചിലപ്പം ഡ്രൈ ആക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് അതിടുന്നതിന് മുന്നേ ഈ ഒരു ഫേസ് മസാജ് ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോൾ നമുക്ക് സെക്കൻഡ് ഡേയിലെ ആ ഒരു ചലഞ്ചിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താണ്, ഫേസ് ഒന്ന് മസാജ് ചെയ്യാം. അപ്പോൾ ഇതാ പാൽപ്പാട ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ഈ ഫേസിലെ കുരു എന്താണ്, ഇന്നലെ തെച്ച ഫേസ് മാസ്കിൻ്റെ കുരു ഒന്നുമല്ല കേട്ടോ, എന്നെ എന്തോ ഒരു പ്രാണി കടിച്ചതാണ്. അപ്പം കുരു ഒന്നുമല്ല അത്, നിങ്ങളത് കണ്ട് പേടിക്കണ്ട. അപ്പോൾ ഇതാ ഞാൻ പാൽപ്പാട എടുത്തു വെച്ചിട്ടുണ്ട്. രാവിലെയൊക്കെ എന്താണ് മുഖമൊക്കെ കഴുകി വന്നിട്ട് നിങ്ങൾക്ക് ഈ ഒരു പാൽപ്പാട ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടമുള്ളവർക്ക്, ചിലർക്ക് ഇതൊന്നും ഇഷ്ടം ഉണ്ടാവില്ല ഇത് മൊത്തം തേക്കുന്നത്. അപ്പം ഇഷ്ടമുള്ളവർക്ക് ഇത് എന്നും ചെയ്യാത്തതാട്ടോ, എന്നും ചെയ്യാം നിങ്ങൾക്ക്. നമ്മുടെ ഫേസ് നല്ലൊരു ഗ്ലോ ആവും. എന്താണ്, ഓ ഫേസ് നല്ലൊരു ഗ്ലോ കിട്ടും കേട്ടോ നമുക്ക്. പിന്നെന്താ, ഈ എണ്ണയൊക്കെ തേക്കാൻ മടിയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്കൊക്കെ ഇത് തേച്ച് കൊടുക്കട്ടോ. കുളിക്കുന്നതിൻ്റെ കുറച്ച് മുന്നേ ഇതൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് കുളിക്കുകയൊക്കെ ആണെങ്കിൽ നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു വരൾച്ച, ആ നല്ല ഡ്രൈ ആയി കിടക്കുമല്ലോ ഫേസൊക്കെ, അതൊക്കെ ഒന്ന് മാറി കിട്ടും കേട്ടോ. ഞാൻ തേച്ചു, നമുക്ക് ചെറിയൊരു മസാജ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പം റെഗുലറായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഈ കണ്ണിന്, അതായത് നമുക്കൊരു 25 വയസ്സൊക്കെ കഴിയുമ്പോൾ നമ്മുടെ എന്താണ് ഇവിടെയൊക്കെ കുറച്ച് ലൈൻസ് ഒക്കെ വരാൻ തുടങ്ങും. അപ്പം അതൊക്കെ മാറാൻ, അതായത് നമുക്ക് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ കണ്ണിൻ്റെ ഇങ്ങനെ ഒന്ന് ചെയ്തു കൊടുക്കുന്നത് നന്നായിരിക്കും കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് കുറേ കഴിയുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ ഇവിടെ നിന്ന് ഈ ഒരു ഇറച്ചി ഇങ്ങനെ തൂങ്ങി നമുക്ക് കുറച്ച് ഏജ് തോന്നിക്കും. അപ്പം ഇതുപോലുള്ള ഒരു എന്താ പറയുക, എന്തെങ്കിലും എണ്ണയോ അല്ലെങ്കിൽ അലോവേര ജെല്ലൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ രാത്രി കിടക്കുന്നതിന് മുന്നേ ആയിട്ട് എപ്പോഴെങ്കിലും ഒന്ന് എന്താ ചെറിയൊരു സമയം കിട്ടുമ്പോൾ നിങ്ങൾക്ക് ആ ദിവസം ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിത് ഇങ്ങനെ ചെയ്യണം കേട്ടോ. നമുക്കൊരു ഏജ് നമുക്ക് തോന്നാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി സംഭവം. നമുക്ക് ഏറ്റവും പെട്ടെന്ന് നമുക്ക് ഏജ് ഫസ്റ്റ് നമുക്ക് തോന്നിക്കുക നമ്മുടെ ഈ കണ്ണിൻ്റെ അവിടെയൊക്കെ വരുന്ന കുറേ ചുളിവുകളും ഈ ഒരു സാഗിങ്ങും ഒക്കെ ആയിരിക്കും. അപ്പം ഈ പിരികം നമുക്ക് ഇങ്ങനെ തന്നെ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും നമുക്ക് ഏജ് കുറവ് തോന്നും. ഓക്കെ, അപ്പോൾ ഈ ഭാഗവും കൂടെ ഒന്ന് മുകളിലോട്ട്, കുരുവൊക്കെ വരുന്നവരാണെങ്കിൽ അധികം സമയം വെക്കണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം നമുക്കിനി അടുത്ത സ്റ്റെപ്പ് 2 ഫേസ് മാസ്ക് ഇടാം. അപ്പം ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഫേസ് മാസ്ക് ഉണ്ടാക്കുന്നത്. ഇത് നമ്മൾ കറി വെക്കാൻ ഉപയോഗിക്കുന്ന കടലയാണ്. ഈ കടല രാത്രി മുഴുവൻ കുതിർത്ത് വെക്കുക. പിറ്റേന്ന് രാവിലെ വേറൊരു പാത്രത്തിൽ കുറച്ച് പാലെടുക്കുക. അതിലേക്ക് ശർക്കരയാണ് ഇടേണ്ടത്. ശർക്കര ഒരു ആണി ശർക്കരയുടെ പകുതി മതിയാവും. ശർക്കരയും പിന്നെ കൂടെ ഈ ഒരു കടലയും കൂടെ ഇട്ട് പാലിൽ കുറച്ച് നേരം കൂടെ കുതിർക്കാൻ വെക്കുക. അപ്പോൾ നമ്മുടെ ശർക്കര നല്ലോണം അലിയും. എന്നിട്ട് മിക്സിയിലിട്ട് നല്ലോണം പേസ്റ്റ് പോലെ അരച്ചെടുക്കുക.
ഈ പേസ്റ്റിലേക്ക് ഒരു നുള്ള് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക. നമ്മൾ പുറമേ നിന്ന് വാങ്ങുന്ന പാക്കറ്റ് മഞ്ഞൾപ്പൊടിയൊന്നും ഉപയോഗിക്കാൻ പാടില്ല. കറക്റ്റായിട്ടുള്ള നല്ല ശുദ്ധമായിട്ടുള്ള മഞ്ഞൾപ്പൊടി തന്നെ എടുക്കുക കേട്ടോ. അപ്പോൾ അതൊരു കുറച്ച് മഞ്ഞൾപ്പൊടി എടുക്കുക. ഒരു 1/2 സ്പൂൺ അലോവേര ജെല്ലും കൂടെ എടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഈ കടലയ്ക്ക് പകരം നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ കടലമാവ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കടലമാവ് എടുക്കാവുന്നതാണ് കേട്ടോ. ശ്രദ്ധിക്കുക, നല്ലോണം അരച്ചെടുക്കണം. ഫേസിൽ ഒരുപാട് റഫായിട്ടുള്ളത് ചെയ്യണ്ട. കാരണം ഇന്നലെ നമ്മൾ ചെയ്തത് കുറച്ചും കൂടെ ഒരു ഡ്രൈ ആക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിന്നൊരു ഫേസ് മസാജ്, ഓയിൽ മസാജ് ചെയ്യാമെന്ന് വിചാരിച്ചത്. നമുക്കിത് അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് തിക്കാക്കണമെങ്കിൽ ആക്കാം. കുറച്ച് ആ ഒരു പാലിന്റെ ക്വാണ്ടിറ്റി ഒക്കെ ഒന്ന് കുറച്ചാൽ മതിയാവും കേട്ടോ. ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ നിങ്ങൾക്ക് ഇതുപോലത്തെ മാസ്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ കറുത്ത പാടും ഒക്കെ പോവാൻ സഹായിക്കും. പറയുകയാണെങ്കിൽ നമ്മളെ വെളുക്കാൻ തന്നെ നമുക്ക് സഹായിക്കും കേട്ടോ. നല്ലൊരു ആ കരിവാളിപ്പൊക്കെ ഒന്ന് മാറി. അധികവും നമുക്ക് ഇതൊക്കെ തേച്ചിട്ട് പിന്നെയും കറക്കുന്നത് നമ്മൾ വെയിലൊക്കെ കൊണ്ടിട്ടും, അതുപോലെ വീട്ടമ്മമാരാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഉള്ള വിറകടുപ്പും ഒക്കെ അല്ലേ, അതിന്റെ പുകയൊക്കെ കൊള്ളുമ്പോൾ ഒക്കെ നമ്മുടെ മുഖത്ത് പിന്നെ ആവുകയാണ് അല്ലെ, പുക, പൊടി, പിന്നെ വെയില്, ഇതൊക്കെ കൊള്ളുമ്പോൾ നമ്മുടെ സ്കിന്നിന് പിന്നെയും അഴുക്കാവുകയും ടാൻ ആവുകയും ഒക്കെ ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് പിന്നെ നമ്മൾ കരിവാളിക്കുന്നതൊക്കെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, പിന്നെയും ഇതിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരുപാട് കെമിക്കലും കാര്യങ്ങളും ഒക്കെ തേക്കുന്നതിലും കുറച്ചും കൂടെ അതൊക്കെ പേടിയുള്ള ആൾക്കാരുണ്ടാവുമല്ലോ, അതൊക്കെ തേക്കാന്. പിന്നെ അതൊന്നും വാങ്ങാൻ അത്ര ക്യാഷ് ഇല്ലാത്ത ആൾക്കാരും ഉണ്ടാവും. അപ്പൊ അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ പണ്ടേ ഉപയോഗിച്ച് വരുന്ന കാര്യങ്ങളായി. കടലമാവും പാലും പാൽപ്പാടയും ഒക്കെ ഇത് തന്നെ നിങ്ങൾക്ക് വേറെ രീതിയിൽ തേക്കാം. എങ്ങനെയാ വെച്ചാല് പാൽപ്പാട എടുത്തിട്ട് ആ പാൽപ്പാടയിലേക്ക് നിങ്ങൾക്ക് കടലമാവ് ഇട്ടിട്ട് അങ്ങനെ അപ്ലൈ ചെയ്യാം. അത് നല്ലൊരു മാസ്ക് ആണ് കേട്ടോ. ഉണങ്ങാൻ ഇച്ചിരി സമയം എടുക്കും, ഭയങ്കര ലൂസ് അല്ലേ, അപ്പൊ ഉണങ്ങാൻ ഇത്തിരി ടൈം എടുക്കും. അപ്പൊ ഞാൻ ഉണക്കിയിട്ട് വരാം. അപ്പൊ ഇതാ കുറച്ച് സമയം എടുത്തിട്ടോ അത് ഉണങ്ങാൻ. ഒരു 1/2 മണിക്കൂർ എടുത്തു എനിക്കിത് ഉണങ്ങി കിട്ടാൻ. കാരണം കുറച്ച് ലൂസല്ലേ, അതുകൊണ്ട് കുറച്ച് ടൈം എടുത്തു. അപ്പൊ ഇനി നമുക്കിത് വൈപ്പ് ചെയ്ത് കളയണം കേട്ടോ. അതിന് ഞാൻ എടുത്തത് 2 പഴത്തൊലിയാണ്. അപ്പൊ ഇങ്ങനെ മസാജ് ചെയ്യുന്ന സമയത്ത് അത് പോയിക്കോളൂ കേട്ടോ. നമ്മുടെ ആ ഒരു മാസ്ക് അത് മെല്ലെ അത് ഇത് നല്ല ഫൈൻ പേസ്റ്റ് ആയതുകൊണ്ടാട്ടോ. കണ്ണിൻ്റെ ഇടയിൽ ഇതൊക്കെ ഭയങ്കര റഫ് ആണെങ്കിൽ കണ്ണിങ്ങനെ വൈപ്പ് ചെയ്തെടുക്കരുത്, കഴുകുക ചെയ്യും കേട്ടോ. അപ്പൊ ഗൈസ് നമ്മളിതാ സെക്കൻഡ് ഡേ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്യണം കേട്ടോ. ഒരു അടിപൊളി ഒരു മാസ്കാണ് നമ്മൾ ഇട്ടത്. എൻ്റെ മുഖത്ത് ആ ഒരു ബ്രൈറ്റ്നെസ് നിങ്ങൾ എത്രത്തോളം കാണാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ട് അല്ലേ? ഇത് കാണാൻ പറ്റുന്നില്ലേ? ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരു മോയ്സ്ചറൈസർ. അപ്പൊ ഞാൻ ഇന്നലെ കാണിച്ചു പോൺസിന്റെ അതേ ഒരു ഹൈലറോണിക് ആസിഡ് വരുന്ന ഒരു ജെല്ലാണ് ഞാനിത് ഇന്ന്. അപ്പം ഇന്നത്തെ ഈ ചലഞ്ച് ഇവിടെ സക്സസ്ഫുള്ളി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം ഞാൻ നമ്മുടെ വീഡിയോയിൽ ഫസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എങ്ങനെയാണ് എൻ്റെ മുഖത്തുള്ള പിമ്പിൾസ് മാർക്ക് കളഞ്ഞതെന്ന്.
അത് ഞാൻ അതെന്താന്ന് വെച്ചാൽ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും മഞ്ചിഷ്ട ഓയില്. ആ മഞ്ചിഷ്ട ഓയിൽ വെച്ചിട്ടാണ് ഞാൻ ശരിക്കും പിമ്പിൾ മാർക്ക് കളയാൻ വേണ്ടിയിട്ടല്ല ഞാൻ അത് വാങ്ങി തേച്ചത്. എന്താ മുഖത്തുള്ള ആ കരിവാളിപ്പും എന്ത് ചേഞ്ചസ് ആണ്, നമ്മളൊരു പരീക്ഷ എടുക്കുമല്ലോ, അതുപോലെ എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടാവട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ വാങ്ങി തേച്ചതാണ്. പക്ഷേ എനിക്ക് ഞാൻ പ്രതീക്ഷിക്കാത്തൊരു റിസൾട്ടാണ് എനിക്കത് തേച്ചിട്ട് കിട്ടിയത്. എൻ്റെ മുഖത്ത് വന്ന എല്ലാ കലയും എന്താ ആ കറുപ്പ് പിമ്പിൾ മാർക്ക് ഉണ്ടല്ലോ, അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒരു മാർക്ക് പോലും ഇല്ലാതെ ഫുൾ സ്കിന്ന് ഭയങ്കര ക്ലിയർ ആക്കി തന്നു കേട്ടോ. അപ്പം നിങ്ങൾക്ക് അത് ഓയിലാണല്ലോ, അപ്പോൾ ഓയിലി സ്കിന്നുള്ളവർക്കും പറ്റാത്തവർക്കൊന്നും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. അല്ലാത്തവർ എന്നെ പോലെയൊക്കെ ഒരു ഡ്രൈ സ്കിൻ, ഒരു നോർമൽ സ്കിന്നാണെങ്കിൽ നിങ്ങൾക്കത് വാങ്ങി തേക്കാവുന്നതാട്ടോ. അടിപൊളി റിസൾട്ട് കിട്ടും. ഞാൻ ഇപ്പം എൻ്റെ കയ്യിലില്ല അത് കാണിച്ചു തരാൻ. ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്ന ഒരു ചേച്ചിയുടെ പേജിൽ നിന്നാണ് ഞാനത് വാങ്ങിച്ചേക്കുന്നത്. അവർ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അവരുടെ അടുത്ത് നിന്നാണ് ഞാനത് വാങ്ങിച്ചത്. ഇപ്പം അവരുടെ പേജിൽ നമ്പറും കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒന്നും കാണുന്നില്ല. എനിക്കിപ്പം വാങ്ങാൻ വേണ്ടി നോക്കി കോൺടാക്ട് ഡീറ്റെയിൽസ് ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വിശ്വാസമുള്ള ഇവിടെ കറക്റ്റ് മഞ്ചിഷ്ട ഓയിൽ തന്നെ വാങ്ങിക്കട്ടോ. വാങ്ങിച്ചിട്ട് തേച്ച് നോക്കാം. പിമ്പിൾ മാർക്സ് എന്തായാലും പോകും. പിന്നെ തേച്ചിട്ട് ഓയിലൊക്കെ തേച്ചിട്ട് കുരു വരുന്നവർ തേക്കാൻ നിൽക്കണ്ട. അല്ലാത്തവർക്ക് എനിക്ക് മാറിയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. അപ്പം നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പം നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത ദിവസം ഇതിലും അടിപൊളിയായിട്ടുള്ളൊരു എന്താ പറയുക, അടിപൊളി ഒരു മാസ്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും നാളെ ഉണ്ടാവുക. അപ്പോൾ വീഡിയോ നിങ്ങൾ ഇന്നത്തെ വീഡിയോ ഒക്കെ എന്തായാലും ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നല്ല റിസൾട്ട് കിട്ടുന്ന അടിപൊളി ടിപ്സുകളാണ് ഞാൻ ഇതിൻ്റെ ഇടയിലൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും